Happy birthday to me. Happy birthday to me. Happy birthday to you, Anumol. Happy birthday to you. എന്താല്ലേ ഈ യൂട്യൂബിലുണ്ടല്ലോ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ കിളിനാദം കേൾക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഞാൻ മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടേനെ. അതെനിക്കറിയില്ലാത്തതുകൊണ്ടും ഈ വീഡിയോ നമ്മൾ എഡിറ്റ് പ്ലാൻ ചെയ്യുന്നില്ലാത്തതുകൊണ്ടും ഈ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ പാട്ട് സഹിക്കേണ്ടി വന്നു. സോറി ഫോർ ദാറ്റ്. എനിവേയ്സ്, ഈ കിളിനാദം തന്നെ നമ്മുടെ കുറേ നാളായിട്ട് കേൾക്കാത്ത ആ ഇൻട്രോ അതങ്ങ് പറഞ്ഞാലോ? അതെ, ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി തോട്ടത്തവ്യാലിൽ. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തിരിച്ചു വന്നേക്കാം. അപ്പം അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. യെസ്, ഇതെൻ്റെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള, ഒരുപാട് നാളെന്നല്ല, ഞാൻ ജനിച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫാമിലി ഒന്നും ഇല്ലാതെ ആഘോഷിക്കുന്ന ബർത്ത്ഡേയാണ്. അത് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. എങ്ങനെ ജീവിതത്തിൽ ആദ്യമായി സോളോ ബർത്ത്ഡേ ആഘോഷിക്കാൻ സാധിച്ച ഞാൻ, അതും ഒരു പ്ലസ് പോയിൻ്റ് ആണല്ലോ. യെസ്, അങ്ങനെ എൻ്റെ 20s അവസാനത്തെ ബർത്ത്ഡേ ആയി. എനിക്ക് എൻ്റെ 29ാമത്തെ ബർത്ത്ഡേ ആണ്. ടൈം ഫ്ലൈസ് അല്ലേ. ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. ഈ ബർത്ത്ഡേക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുവാണല്ലോ. പക്ഷേ ഈ വീഡിയോ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഇന്ന് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ. കൊള്ളാമല്ലേ? ഫുൾ സ്പെഷ്യാലിറ്റീസ് ആണെന്ന്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകതയ്ക്ക് മുമ്പ് ഞാൻ ഇന്നലത്തെ കാര്യം പറയാം. ഞാൻ ഇന്നലെ കുറേ നാൾക്ക് ശേഷം, ഒരു വർഷം എന്തായാലും ആയി കാണുമെന്ന് വിചാരിക്കുന്നു, തന്നെ ഇരുന്ന് കുറച്ച് നേരം പീസ്ഫുള്ളായിട്ടിരുന്ന് ബുക്കൊക്കെ വായിച്ച് സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ എനിക്കിരിക്കാൻ പറ്റി. നോർമലി എനിക്കിത് പറ്റാറില്ല. കാരണം എൻ്റെ അടുത്ത് എപ്പോഴും കൊച്ചുണ്ടാവും, അല്ലെങ്കിൽ ജിസേട്ടനുണ്ടാവും. അപ്പോൾ ഇപ്പോൾ കൊച്ച് എവിടെയെന്നേക്കും നിങ്ങളുടെ ചിന്ത? കൊച്ച് നാട്ടിൽ പോയി. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക്, അതായത് ജിസേട്ടൻ കൊച്ചിന് നാട്ടിൽ പോകേണ്ടി വന്നു. ഓക്കെ, അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. ഇമോഷണൽ അല്ല, നമ്മൾ ഹാപ്പിനെസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. അതൊരു കാര്യം. പിന്നെ ഇന്നാണെങ്കിലും എത്രയോ നാളുകൾക്ക് ശേഷം, ഒരു വർഷമൊന്നുമല്ല, അതിൽ കൂടുതലായിട്ട് ഞാൻ തന്നെ കിടന്നുറങ്ങിയിട്ടേ ഇല്ല. ഇന്നലെ ഞാൻ തന്നെ കിടന്നുറങ്ങിയത്. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ തന്നെ രാവിലെ എഴുന്നേറ്റു. എലോൺ, സോളോ അല്ല, അത് എലോൺ എന്നല്ല, നമ്മളതൊന്ന് മാറ്റിയിട്ട് സോളോ ആക്കുക. സോ നമ്മുടെ ഫസ്റ്റ് സോളോ ബർത്ത്ഡേ, എൻ്റെ ഫസ്റ്റ് സോളോ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ ബർത്ത്ഡേ നമുക്കൊന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫുള്ള് വെറൈറ്റി ആയിരുന്നു. ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാനത് എന്നോട് ചോദിക്കും, എന്നിട്ട് ഞാൻ തന്നെ മറുപടി പറയും. കൊള്ളാലേ? അതാണ് എൻ്റെ പ്ലാൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? അപ്പം ആദ്യം നമുക്ക് കുറച്ച് റിഫ്ലക്ഷൻസിലോട്ട് കിടക്കാം. പണ്ടത്തെ എൻ്റെ ബർത്ത്ഡേസ് എങ്ങനെയായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ കുറച്ച് ഫൺ വരാം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്രോത്തിനെ പറ്റി പറയാം. കാരണം നമ്മുടെ ചാനലിൽ വിട്ടുള്ള കളി പാടില്ലല്ലോ. സോ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അറിയില്ല, നമുക്ക് നോക്കാം. യെസ്, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോസ്റ്റ് മെമ്മറബിൾ ബർത്ത്ഡേ ഗിഫ്റ്റ് യു ഹാവ് എവർ റിസീവ്ഡ്? എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. അത് ഒരു മെമ്മറബിൾ ഗിഫ്റ്റ് എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എനിക്ക് കുറേ എൻ്റെ പാസ്റ്റിലെ കുറേ ഭാഗം ഞാൻ മനഃപൂർവ്വം ഇറൈസ് ചെയ്തിട്ടുണ്ട് എൻ്റെ മനസ്സിൽ നിന്ന്. അപ്പോൾ എനിക്ക് കുറേ ഒന്നും എനിക്ക് ക്ലിയറായിട്ട് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റിനേക്കാളും എനിക്ക് തരാം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി തരാൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറയുന്ന ഗിഫ്റ്റുകളാണ് എനിക്ക് സന്തോഷം തന്നിട്ടുള്ളത്. അതായത് എനിക്കിപ്പോൾ ഒരു സാധനം കിട്ടണമെന്നൊന്നുമില്ല. എന്നോട് ആൾ പറയാണ്, ഞാനിത് വാങ്ങിച്ചു തരാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പറയണ കേൾക്കണമെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിപ്പം എൻ്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അച്ചാച്ചനായിക്കോട്ടെ. അതിൽ ആദ്യത്തെ അച്ചാച്ചനാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ തീരെ ചെറുത് മീൻസ് 9ാം ക്ലാസ്സൊക്കെ ആയിരിക്കും കേട്ടോ. ഒരു ബർത്ത്ഡേക്ക് അച്ചാച്ചൻ ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കടയിൽ പോയി, അവിടെ ബേർഡ് സ്റ്റോൺസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച അനുമോളുടെ ബർത്ത്ഡേ വരുമല്ലേ, അവൾക്ക് ബേർഡ് സ്റ്റോൺ വാങ്ങാമെന്ന്.
അങ്ങനെ ഞാൻ അന്വേഷിച്ചു. പക്ഷെ ഭയങ്കര വിലയായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല എന്ന്. അത് വാങ്ങിച്ചില്ല എന്നുള്ളതിലല്ലായിരുന്നു എൻ്റെ കോൺസെൻട്രേഷൻ. എൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ള് അച്ചാച്ചൻ എനിക്ക് വേണ്ടി ബർത്ത് സ്റ്റോൺ അന്വേഷിച്ചു, അച്ചാച്ചൻ എനിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് പോയി, അതായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. വിത്ത് അച്ചാച്ചനാണെങ്കിൽ ഒരു എന്താ ഒരു 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 സിനിമ പറയുമല്ലോ, ഈ ഒരു ഒരു ബാലേട്ടൻ പോലെയാണ്. സോ അച്ചാച്ചൻ ഹാഡ് ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. ഞാൻ അതിലിപ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അച്ചാച്ചൻ അങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ അതൊരു റിഗ്രറ്റ് ആയിട്ടല്ല, പക്ഷെ അന്നത്തെ ഒരു കാലത്ത് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊക്കെ പറയണതൊന്നും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. നമുക്ക് മെയിനായിട്ട് അച്ചാച്ചൻ ബർത്ത്ഡേ ആയി കഴിയുമ്പം കേക്ക്, ഐസ്ക്രീം, പായസം, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ. അല്ലാതെ ഗിഫ്റ്റ് എന്ന് പറയാനില്ല. അപ്പോൾ അച്ചാച്ചൻ എനിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതേപോലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ, അതിലും ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ജിസേട്ടൻ എനിക്ക് ഒത്തിരി സാധനങ്ങൾ വാങ്ങണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. ആ പ്ലാനിങ് കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. കാരണം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സർപ്രൈസിൻ്റെ ആളേ അല്ല, ജിസേട്ടന് സർപ്രൈസ് ആയിരുന്നു ഇഷ്ടമേ അല്ല. എന്നിട്ടും എനിക്ക് വേണ്ടി സർപ്രൈസ് പ്ലാൻ ചെയ്തു. അപ്പോൾ അത് എനിക്ക് വേണ്ടി എടുത്തൊരു എക്സ്ട്രാ സ്റ്റെപ്പ് അല്ലേ, അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സോ ഇതൊക്കെ ആയിരിക്കും എൻ്റെ മെമ്മറബിൾ ഗിഫ്റ്റ്സ്. എനിക്ക് കിട്ടിയ ഗിഫ്റ്റിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഞാൻ ഇത് കരുതി ഓർക്കുന്നത്. ഒരുപാട് നല്ല ഗിഫ്റ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേര് എനിക്ക് നല്ല ഒത്തിരി ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹാവ് യു എവർ ഹാഡ് എ ബർത്ത്ഡേ ദാറ്റ് ഡിഡ്ന്റ് ഗോ ആസ് പ്ലാൻഡ്? വാട്ട് ഹാപ്പൻഡ് ആൻഡ് ഹൗ ഡിഡ് യു ഹാൻഡിൽ ഇറ്റ്? ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടക്കാത്ത ഏതെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ? എന്തു പറ്റി? അതെങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്തത്? ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നേ. ചെറുപ്പത്തിലൊക്കെ നമുക്ക് ബർത്ത്ഡേസ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, ഭയങ്കര ഹാപ്പി, അങ്ങനൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ. പക്ഷേ കുറച്ചുകൂടെ അങ്ങ് വലുതായി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ പോയി താമസിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ തോന്നുന്നു എനിക്ക് ബർത്ത്ഡേസ് വീട്ടിൽ ഫാമിലിയുടെ കൂടെ ആഘോഷിക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും. എന്തിനാ സങ്കടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഫാമിലി എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നാലോചിച്ച് എനിക്ക് സങ്കടം വരും. ലവ് ഓഫ് മൈ ലവ്ഡ് വൺസ് അതെന്നെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തും. അപ്പോൾ അങ്ങനെ സങ്കടം വരുമ്പം എനിക്ക് ബർത്ത്ഡേസ് ഒരു ചെറിയ പേടിയോ ഒക്കെ ആയി തുടങ്ങി. എങ്ങനെ ബർത്ത്ഡേ ഞാൻ ഇമോഷണലി ഹാൻഡിൽ ചെയ്യും എന്നൊരു പേടിയായി. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ ആയപ്പോഴും എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയോ, അതെങ്ങനെ ആ ദിവസം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നോ, അതോ എൻ്റെ ഹസ്ബൻഡ് ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്നോ എനിക്കറിയില്ല. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞാൻ ഭയങ്കര പേടിച്ചായിരുന്നത് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ. പേടിച്ച് മീൻസ് എന്താ പറയുക, അത് ഫേസ് ചെയ്യാനുള്ള പേടി, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാൻ ജിസേട്ടനോട് രാവിലെ എഴുന്നേൽക്കുക വാ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒബ്വിയസ്ലി ഞാൻ യു കെയിലായിരുന്നു, ഡിസംബറാണ്. യു കെയിൽ ഡിസംബർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. എനിക്ക് മടിയായതാണോ എനിക്ക് പക്ഷെ തോന്നുന്നത് ഞാൻ ഇമോഷണലി എനിക്ക് അതിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ ചെറിയ വഴക്കുണ്ടായി. അന്ന് ഞാൻ ഫുഡേ കഴിച്ചിട്ടില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിലെ ഭക്ഷണം കഴിക്കാതെ ആദ്യത്തെ ബർത്ത്ഡേ എന്നെങ്ങാണ്ട്. പക്ഷേ രാത്രിയായപ്പോൾ ഞങ്ങളെല്ലാം സോൾവ് ആയി, പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയിന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ജിസേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു, ഞാൻ ഇത്രയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ജിസേട്ടൻ സങ്കടപ്പെടുന്ന കണ്ടപ്പം അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. സോ എൻ്റെ എന്തൊക്കെയോ ആങ്സൈറ്റിയോ പേടിയോ കാരണം ആ ബർത്ത്ഡേ പ്ലാൻ ചെയ്ത പോലെ പോയില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ പിന്നെ നമ്മളത് മേക്ക് ഓവർ ചെയ്തു. പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേയുടെ ദിവസം മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിന് 2 ദിവസം മുമ്പ് ബർത്ത്ഡേ ആഘോഷിക്കുക, 2 ദിവസം കഴിഞ്ഞ് ബർത്ത്ഡേ ആഘോഷിക്കുക, അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പേഴ്സണലി. ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയായിരുന്നു ആ പ്ലാൻ ചെയ്യാത്ത ബർത്ത്ഡേ പോയത്. സോ പക്ഷെ അതിൽ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞ് ഇതുവരെ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ ബർത്ത്ഡേയും ഈ ബർത്ത്ഡേയും ഒന്നും ഞാനും ജസേട്ടനും ഒരുമിച്ചല്ല ആഘോഷിച്ചത്. അപ്പോൾ എനിക്കിപ്പോഴും ഒരു റിഗ്രറ്റ് ഉണ്ട്, അയ്യോ വേണ്ടായിരുന്നു, അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട്സ് വൺ ബർത്ത്ഡേ ട്രഡീഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ദാറ്റ് യു മിസ് ഓർ ദാറ്റ് വാസ് റിയലി ഫൺ? ഓക്കെ, ചെറുപ്പം മുതലേ എൻ്റെ ബർത്ത്ഡേ ട്രഡീഷൻ, ഞാൻ മിസ് ചെയ്യുന്ന ബർത്ത്ഡേ ട്രഡീഷൻ അതല്ലേ,
ചെറുപ്പത്തിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഒരു വർഷത്തിൽ ഡ്രസ്സ് എടുക്കുന്നത്, അത് എനിക്കും അതെ അനിയനും അതെ, ഡ്രസ്സ് എടുക്കുന്നത് നമ്മുടെ ബർത്ത്ഡേക്കാണ്. അല്ലാതെ ഈ ക്രിസ്മസിന് ഓണക്കോടി, ക്രിസ്മസിൻ്റെ കോടി, ഈസ്റ്ററിൻ്റെ കോടി അങ്ങനെയൊന്നുമില്ല. ഒറ്റ ഡ്രസ്സേ ഉള്ളൂ, അത് വർഷത്തിലൊരിക്കലായിരിക്കും. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങും, പക്ഷെ അത് വളരെ റെയറാണ്, മെയിൻലി ബർത്ത്ഡേക്ക് മാത്രം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇപ്പോൾ പുതുതായിട്ടൊരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ, പുതുതായിട്ട് എന്ത് സാധനം ആയിക്കോട്ടെ, ചെരുപ്പോ വാച്ചോ ഹെയർ ബാൻഡ് മുതൽ എന്ത് വേണം ആയിക്കോട്ടെ, പുതുതായിട്ട് എന്ത് വാങ്ങിച്ചാലും അമ്മ പറയും ആദ്യം പള്ളിയിലിട്ടുകൊണ്ട് പോകണമെന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേയുടെ മുമ്പുള്ള ഞായറാഴ്ച ഞാൻ പള്ളിയിലിട്ടുകൊണ്ട് പോകും. അപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ വേദപാഠത്തിന് എൻ്റെ കൂടെ ഇരിക്കുന്ന പിള്ളേരൊക്കെ എൻ്റെ ഡ്രസ്സ് കാണില്ലേ, പിന്നെ ആ ഡ്രസ്സിട്ട് ഞാനിങ്ങനെ ബർത്ത്ഡേക്ക് പോകും. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വിചാരിക്കില്ലേ ഞാൻ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചില്ല എന്ന്. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ ചിന്ത. വേദപാഠത്തിൽ എൻ്റെ കൂടെ, എൻ്റെ സൺഡേ സ്കൂളിൽ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയ ഡ്രസ്സ് വാങ്ങാത്ത പോലെ ആവില്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ചിന്ത. ഓക്കെ, എന്തായാലും എൻ്റെ ബർത്ത്ഡേക്ക് ഉള്ള ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ബർത്ത്ഡേക്കും പള്ളിയിൽ പോവും, നിർബന്ധമായിട്ടും പള്ളിയിൽ പോകണം. പള്ളിയിൽ പോവും, കേക്ക് മുറിക്കും, പായസം ഉണ്ടാക്കും. പിന്നെ കുറച്ചുകൂടെ വലുതായപ്പോൾ ഞങ്ങൾ അതിനകത്തോട്ട് ബിരിയാണിയും കൂടെ കയറ്റി. അപ്പോൾ ബിരിയാണിയും ഉണ്ടാവും. ഇങ്ങനെയായിരുന്നു. പിന്നെന്താ ചോദിച്ചേ, ഭയങ്കര ഫണ്ണായിട്ടുള്ളത് ഇത് തന്നെയാണ്, ഭയങ്കര ഫൺ. പിന്നെ എൻ്റെ ഓർമ്മയിൽ എന്നെ ഞെട്ടിച്ചൊരു ബർത്ത്ഡേ ഉണ്ട്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ചേട്ടൻ, ആ ചേട്ടൻ ഗൾഫിലായിരുന്നേ. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ ആരും ഗൾഫിലോ പുറത്തൊന്നും പോയിട്ടില്ല. ഗൾഫിലുണ്ടായിരുന്ന ഒരു അങ്കിൾ, അല്ലാതെ അങ്ങനെ പൊതുവെ അങ്ങനെ പുറത്ത് പോയ ആൾക്കാരുടെ എനിക്ക് വലിയ പരിചയമില്ല. അപ്പോൾ ആ ചേട്ടനെ നമ്മൾ ഭയങ്കര കമ്പനി ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് പുള്ളി രാത്രി ഒരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. അച്ചാച്ചൻ എനിക്ക് വേണ്ടി ഒരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ അതുകൂടാതെ ഒരു കേക്ക്, അങ്ങനെ 3 കേക്ക് ഞാൻ ഒരു ദിവസം കട്ട് ചെയ്തു. അത്രയും ചെറുപ്പത്തിൽ 3 കേക്കും കണ്ട് ഞാൻ ഒരു ദിവസം കട്ട് ചെയ്തു. അത് എല്ലാം ക്രീം കേക്കും. നമുക്ക് അന്ന് ക്രീം കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ ക്രീം കേക്ക് അതല്ലായിരുന്നോ. അതെനിക്കിപ്പോഴും ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് യു ലേൺ അബൌട്ട് യുവർ സെൽഫ് ഡ്യൂറിങ് എ പാസ്റ്റ് ബർത്ത്ഡേ? ഡിഡ് എ പെർട്ടിക്കുലർ ബർത്ത്ഡേ ഗിവ് യു പെർസ്പെക്റ്റീവ് ഓൺ സംതിങ് ഇൻ യുവർ ലൈഫ്? പഴയ ബർത്ത്ഡേ പറ്റി നീ എന്താണ് പഠിച്ചേക്കണത്? അതിലെന്തെങ്കിലും പേഴ്സ്പെക്റ്റീവ് നിനക്ക് കിട്ടിയോന്ന്? യെസ്, ഒരു 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 9th സ്റ്റാൻഡേർഡ്, യെസ് 9th സ്റ്റാൻഡേർഡ് എൻ്റെ ജീവിതത്തിലെ ഒരു പിവറ്റിംഗ് പോയിന്റ് ആയിരുന്നു. അതായത് 9ാം ക്ലാസ് വരെ വലിയ പഠിക്കൊന്നും ഇല്ലാത്ത ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞപ്പം എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. ഞാൻ പണ്ടും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും അത് അവളെ ഓർക്കും. അവളുടെ പേര് സില എന്നാണ്, ഡോക്ടറാണിപ്പോൾ. അപ്പോൾ ആള് ക്ലാസ്സിലെ ടോപ്പറാണ്. അവളുമായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. ഞങ്ങൾ നല്ല കമ്പനിയായി. അപ്പോൾ 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ കൂടി ഞങ്ങൾ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ഞാൻ പഠിപ്പിസ്റ്റായി, നല്ല മാർക്കൊക്കെ കിട്ടി, 10ാം ക്ലാസ്സിൽ പാസ്സായി. അങ്ങനെ പോയി. ഓക്കെ, അപ്പോൾ 9th സ്റ്റാൻഡേർഡ് ഭയങ്കര ഒരു ചേഞ്ചിങ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ ബർത്ത്ഡേക്ക് ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, അച്ചാച്ചൻ നമുക്ക് എല്ലാവരെയും വിളിച്ച് എനിക്ക് ബർത്ത്ഡേ പാർട്ടി പോലെ നടത്തണമെന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇത് സംഭവം ഉണ്ടായി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിക്കാൻ അച്ചാച്ചൻ പറഞ്ഞു. ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ചു. അമ്മ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി. അച്ചാച്ചൻ എനിക്ക് പുതിയ ഡ്രസ്സ് എടുത്തു തന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ഡിസംബർ 15ാം തീയതി ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു ബ്ലാക്കും റെഡും കൂടിയുള്ളൊരു ടോപ്പാണ്. ജീൻസും ടോപ്പും വന്നിടുന്നത്. അപ്പം ജീൻസും ടോപ്പും ഒന്നും നമുക്ക് അന്നൊക്കെ ഭയങ്കര സംഭവമാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചു, എല്ലാവരും അന്നും ആഘോഷിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, 15ാം തീയതി ഞാൻ തോന്നും, ആ ബർത്ത്ഡേ തലേദിവസം അച്ചാച്ചനടുത്ത് പറഞ്ഞത്, നമുക്ക് അന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. ആരുടെയാണോ ബർത്ത്ഡേ അവർ ബാക്കി എല്ലാവർക്കും ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നോ, വലിയ ഡയറി മിൽക്ക് ഒരെണ്ണം വാങ്ങണമെന്നോ, അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ വലുതാണ് വാങ്ങേണ്ടത്, പൈസ കൂടുതലുള്ളതാണ്. അപ്പോൾ ഞാനിതിങ്ങനെ അച്ചാച്ചനോട് പറഞ്ഞു. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യം എന്താ, നമ്മുടെ വീട്ടിലോട്ട് എല്ലാവരും വിളിക്കുന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല അച്ചാച്ച അത് വേണമെന്ന് എങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ചാച്ചൻ ദേഷ്യം വന്നു. അച്ചാച്ചൻ ഓൾറെഡി ഒത്തിരി പൈസ എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചിലവാക്കി. ഞാൻ പറഞ്ഞില്ല, അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഐ എം സോ പ്രൗഡ്. അച്ചാച്ചന് അങ്ങനെ ഒരു സിറ്റുവേഷനിലും എനിക്ക് വേണ്ടി അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതിൽ. അപ്പോൾ അന്ന് അച്ചാച്ചൻ പറഞ്ഞു, ഇനി നിനക്ക് വേണ്ടി ഇങ്ങനെ ഞാനൊരു ബർത്ത്ഡേ പാർട്ടി നടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ചാച്ചന് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്നു ആ ബർത്ത്ഡേ പാർട്ടി നടത്താൻ വേണ്ടിയിട്ട്. കാരണം അത്രയും പേരെ വിളിച്ച് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അപ്പം അതിന് വേണ്ടി അച്ചാച്ചന് ഒത്തിരി പൈസ ചിലവാക്കി. എന്നിട്ട് അച്ചാച്ചനൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ എല്ലാവർക്കും മിഠായി വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അച്ചാച്ചൻ പറഞ്ഞത് ഇനി ഇങ്ങനെ നടത്തില്ല എന്ന്. അപ്പോൾ
അത്യാവശ്യം പറഞ്ഞില്ല. എനിക്ക് വേണ്ടി അത്യാവശ്യൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റി വെച്ചു എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി അങ്ങനെ പാർട്ടി ആയിട്ടൊന്നും, എൻ്റെ പാർട്ടിയുടെ മോഹം അന്നത്തോടെ തീർന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരിക്കലും ബർത്ത്ഡേ പാർട്ടി എല്ലാവരും വിളിച്ച് വരുത്തി കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ ഒരു കാര്യത്തിലൂടെ എനിക്ക് യാതൊരു താല്പര്യവും ഒരിക്കലും പിന്നെ തോന്നിയിട്ടേ ഇല്ല. അതായിരിക്കും എനിക്ക് തോന്നുന്നു വലിയൊരു മാറ്റം. പിന്നെ ബർത്ത്ഡേസ് കാരണം നമ്മൾ ഒത്തിരി പൈസ ചിലവാക്കി പാർട്ടി നടത്തേണ്ട കാര്യമില്ല എന്നതാണ് എനിക്ക് ആ ബർത്ത്ഡേ എന്നും വന്നൊരു ചിന്താഗതിയിലുള്ള മാറ്റം. സോ ഇനി അങ്ങനെ ബർത്ത്ഡേ പാർട്ടീസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ അറിയില്ല, ലൈഫ് ഹാപ്പൻസ്. എന്തൊക്കെ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നത് എനിക്കറിയില്ല. ഇപ്പം എനിക്ക് തോന്നുന്നത് അതാണ്. ഓക്കെ, ഇനി വാട്ട് ബർത്ത്ഡേ വുഡ് യു സേ ഹാഡ് ദ മോസ്റ്റ് ഗ്രോത്ത് ഫോർ യു? വേർ ഡിഡ് യു ഫീൽ ദ മോസ്റ്റ് ചേഞ്ച് ഫ്രം ദ പ്രീവിയസ് ഇയർ? ഓക്കെ, ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം ആയപ്പോഴത്തേക്കും, കഴിഞ്ഞ ബർത്ത്ഡേ നിന്ന് ഈ ബർത്ത്ഡേ ആയപ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു, അല്ലെങ്കിൽ ഗ്രോത്ത് വന്നൊരു ബർത്ത്ഡേ, അത് ഈ ബർത്ത്ഡേ. ഐ ചേഞ്ച്ഡ്. ഞാൻ ഒരുപാട് മാറി. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ എങ്ങനെയാ തോന്നുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഐ പേഴ്സണലി ഫീൽ ഞാൻ ഒത്തിരി മാറി. എൻ്റെ ലൈഫ് ഒരുപാട് മാറി. അമ്മച്ചി മരിച്ചു. അതൊരു ഭയങ്കര വലിയൊരു എന്താ പറയുക, ഭയങ്കര വലിയൊരു ലോസാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മരിക്കുക എന്ന് പറയണത് നമുക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിനു മുമ്പ് അങ്കിളുമാരും ഒക്കെ മരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ സ്വന്തം എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഞാൻ എൻ്റെ വീട്ടിലെ ഓർമ്മകളിലോട്ട് പോകുമ്പം എവ്രി സിംഗിൾ പിക്ചർ ഹാസ് ഹെർ ഫേസ്. ഓരോ സീനിലും എനിക്ക് അമ്മച്ചിയുണ്ട്. ഞാൻ അമ്മച്ചി ഇല്ലാത്തൊരു മെമ്മറി എനിക്ക് എൻ്റെ വീടിനെ പറ്റി ആലോചിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് എനിക്കൊരു നഷ്ടമുണ്ടായി. പക്ഷെ അമ്മച്ചി മരിച്ചതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളും ഞാൻ ഒത്തിരി മാറി. ഞാൻ ഭയങ്കരമായിട്ട് മാറി. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് അമ്മച്ചി പോലെ ആവണം എന്നാണ്. സോ ഐ സീ ഹെർ ആസ് എ റോൾ മോഡൽ, ലൈക്ക് ഒരു ആസ് എ വൈഫ്, ആസ് എ മോം, ആസ് എ ഗ്രാൻഡ് മോം, എല്ലാം. ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ വീട്ടിൽ ടി വി കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അമ്മച്ചി ചായ ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊണ്ടുതരും. ഞാൻ ചോദിക്കില്ല, ഞാൻ പറയും എനിക്ക് വേണ്ട, ഞാൻ അവിടെ വന്ന് കഴിച്ചോളാം. നോ, ഷീ ബ്രിങ്സ് ഇറ്റ് ടു മീ. എനിക്ക് ഐ ഡോണ്ട് നോ. അപ്പം അമ്മച്ചി മരിച്ചത് കൊണ്ട് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു. സോ എൻ്റെ ലൈഫിൽ ഒത്തിരി ഗ്രോത്ത് ഉണ്ടായി. ഞാൻ എന്താ പറയുക, ഫുള്ളി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ബേസൽ മെറ്റബോളിക് റേറ്റ് വരെ കൂടി. ഞാൻ വെറുതെ ഇരുന്നാൽ പോലും വെയിറ്റ് ലോസ് ഉണ്ടാവുന്ന പോലെ അത്രയ്ക്ക് ഞാൻ ആക്റ്റീവാണ്. ഞാൻ ഫുൾ ടൈം ഓടി നടക്കുവാണ്. എനിക്ക് അങ്ങനെ റെസ്റ്റ് ചെയ്യണം, റിലാക്സ് ചെയ്യണം, അങ്ങനത്തെ ചിന്തകളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അത് നല്ലതാണോ മോശമാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒത്തിരി മാറ്റം വന്നു. പിന്നെ ഹഗിയ വന്നു, കൊച്ചു വന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ലൈഫ് ഇസ് സോ ബ്യൂട്ടിഫുൾ. നമുക്ക് അതിനു മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്ന കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണെന്ന്. പക്ഷെ അവളുടെ ചിരിയും അവളുടെ കളിയും അത് പ്രൈസ്ലെസ് ആണ്. നമ്മൾ എന്ത് കൊടുത്താലും അത് ഇതാക്കില്ല. ഞാൻ എവിടേക്കാണ് വർത്താനം പറഞ്ഞു പോകുന്നു അല്ലേ? ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായ ഒരു വർഷം ഇതാണ്. ഒത്തിരി മാറ്റങ്ങളുണ്ടായ ഒരു വർഷം ഇതാണ്. ഭയങ്കര ഇമോഷണലായി അല്ലേ? സോ ഞാൻ ഇനി കുറച്ച് ഫൺ ക്വസ്റ്റ്യൻസിലോട്ട് പോവാണേ, ഇമോഷനൊക്കെ മാറ്റി വെക്കട്ടെ. വാട്ട്സ് യുവർ ഗോ ടു ബർത്ത്ഡേ കേക്ക് ഫ്ലേവർ? ഗോ ടു ബർത്ത്ഡേ കേക്ക് ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഫേവറേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പണ്ടൊക്കെ എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന ഫീലായിരുന്നു. ഇപ്പം അതിനോട് അത്ര ഫീലില്ല. കാരണം ചെറുപ്പത്തിൽ നമുക്ക് ആദ്യമായിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞൊക്കെ കേട്ടിട്ടുള്ള അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ വിക്ടോറിയൻ സ്പഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിക്ടോറിയൻ സ്പഞ്ച്, ബ്ലൂബെറി വെച്ചിട്ടുള്ള വിക്ടോറിയൻ സ്പഞ്ച്. അതിൽ തന്നെ എന്താ പറയുക, ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടാക്കുന്ന ഒരു വിക്ടോറിയൻ സ്പഞ്ച് ഉണ്ട്, അത് സൂപ്പറാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ ബർത്ത്ഡേക്ക് മാത്യൂസ് വാങ്ങിച്ചുകൊണ്ട് വന്നൊരു രസ്മലായി കേക്ക് ഉണ്ട്, അതും സൂപ്പറായിരുന്നു. അപ്പോൾ എനിക്ക് അതാണ് ഇഷ്ടം. ചോക്ലേറ്റിനോടുള്ള ഇഷ്ടം കുറഞ്ഞു വന്നു. പണ്ട് എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവേർഡ് കേക്ക്സ് ആണ് ഇഷ്ടമെങ്കിൽ ഇപ്പം അത് ഭയങ്കരമായിട്ട് കുറഞ്ഞ്. ചിലപ്പോൾ പ്രായം മുമ്പോട്ട് പോകുന്നതുകൊണ്ടായിരിക്കും. നോ, എനിക്കിങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ല. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം. അടുത്തത്, ഇഫ് യു കുഡ് സെലിബ്രേറ്റ് യുവർ ബർത്ത്ഡേ എനിവർ ഇൻ ദ വേൾഡ്, വേർ വുഡ് ഇറ്റ് ബി? ലോകത്തിൽ എവിടെ വേണമെങ്കിലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെങ്കിൽ എവിടെ സെലിബ്രേറ്റ് ചെയ്യും?
ഒബ്വിയസ്ലി എൻ്റെ വീട്ടിൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുള്ളൂ. എനിക്കങ്ങനെ ഈ ഡെസ്റ്റിനേഷൻ വെഡിങ്, ഡെസ്റ്റിനേഷൻ ബർത്ത്ഡേയ്സ് അതിലൊന്നും വലിയ വിശ്വാസമില്ല കേട്ടോ. വിശ്വാസമില്ലാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ ആഘോഷിക്കാനുള്ള അവസരം കിട്ടാഞ്ഞിട്ടും ആയിരിക്കാം കേട്ടോ. എനിക്ക് എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും കൂടെ എനിക്കിങ്ങനെ ഫോണിൽ കൂടെ ഹാപ്പി ബർത്ത്ഡേ പറയുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ വീട്ടിലെല്ലാവരുടെയും കൂടെ ഇരുന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണ് താല്പര്യം. അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് അനുമോളെ ഹാപ്പി ബർത്ത്ഡേ, നോ, എനിക്കത് താല്പര്യമില്ല. സോ എൻ്റെ എപ്പോഴും ഡെസ്റ്റിനേഷൻ ഞാൻ വിചാരിക്കുന്നു വീടാണെന്ന്. ഇനി മുമ്പോട്ടേക്ക് മാറാൻ കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മുമ്പോട്ടേക്ക് മാറാം. ഞാൻ വളരുകയല്ലേ മമ്മി, അല്ലേ? അതാണ്. അടുത്തത്, വാട്ട് ഈസ് യുവർ ഓൾ ടൈം ഫേവറേറ്റ് ബർത്ത്ഡേ മെമ്മറി? എനിക്ക് ഓർമ്മയുള്ള ഒരു മെമ്മറി എന്ന് പറയുമ്പം ഭയങ്കര ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു ചിരിയോ സന്തോഷമോ ഒക്കെ വരുന്നൊരു ബർത്ത്ഡേ ഉണ്ട്. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ജൂനിയർ ഉണ്ടായിരുന്നു, അനിയ എന്ന പേര്, അനിയ എലിസബത്ത് തോമസ്. അപ്പം ഇവളും ഞാനും എൻ്റെ ബർത്ത്ഡേക്ക് വൈകുന്നേരമായി, അവൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഓടി പിടിച്ച്, അവൾ ഫുൾ ടൈം ഓട്ടമാണ്, എപ്പോഴും അവൾ ബിസിയാണേ. അപ്പം അവൾ ബർത്ത്ഡേ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി കഴിഞ്ഞപ്പം ഇവൾ എന്നെയും കൊണ്ട്, ഞങ്ങൾക്ക് കോളേജ് പൂനെയിൽ ഞാൻ കോളേജിൽ പഠിക്കുമല്ലേ, കോളേജിൻ്റെ പുറത്ത് നമുക്ക് ഫെർഗ്യൂഷൻ കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്. അതിൻ്റെ റോഡിൽ, ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഈ ഫെർഗ്യൂഷൻ കോളേജ് റോഡിൽ കുറേ നടന്നു കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫുഡുണ്ട്. ആദ്യം ഒരു പാനിപ്പൂരി കടക്കാരൻ ചേട്ടനുണ്ട്, പിന്നെ അത് കഴിയുമ്പോൾ മോമോസിൻ്റെ ഒരു ചേട്ടനുണ്ട്, പിന്നെ ഒരു ഐസ്ക്രീം ഉണ്ട്, പിന്നെ ഒരു കുൽഫി ഉണ്ട്. അങ്ങനെ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇവൾ എന്ത് ചെയ്തു, ഇവളുടെ കയ്യിൽ അന്ന് നമ്മൾ സ്റ്റുഡൻസ് അല്ല, നമ്മളത് ഒത്തിരി കാശൊന്നും ഉണ്ടാവില്ലല്ലോ, ഇവളുടെ കയ്യിൽ കുറച്ച് കാശുണ്ട്. ഇവളെ എന്നെയും വിളിച്ചുകൊണ്ട് പോയിട്ട്, അനു ചേച്ചി നമുക്കിന്ന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ബർത്ത്ഡേക്ക് അവൾ സെലിബ്രേറ്റ് ചെയ്തതാണേ. അവൾ എന്നെ ആദ്യം വിളിച്ചുകൊണ്ട് പോയി, ആദ്യം എൻ്റെ ഇഷ്ടപ്പെട്ട പാനിപ്പൂരി കഴിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മോമോസ് കഴിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഐസ്ക്രീം കഴിച്ചു. അങ്ങനെ നടന്ന് ഞങ്ങൾ തിന്നു, അങ്ങനെ വേണം പറയാൻ, നടന്ന് തിന്നു. അന്ന് രാത്രി വരെ. എന്നിട്ട് ഞങ്ങൾ അവിടെ തിരിച്ച് ഓടുക വീട്ടിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അവൾ കമ്മൽ എന്തോ വാങ്ങിച്ചെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു ദിവസം ഒരുമിച്ച് ചെയ്ത് തന്ന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സോ അത് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. ഇനി, ഇഫ് യു കുഡ് ഇൻവൈറ്റ് 3 famous people, dead or alive, to your birthday party, who would they be? എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ്, അല്ലേ? ജീവിച്ചിരിക്കുന്നതാണല്ലോ മരിക്കുന്നതാണല്ലോ കുഴപ്പമില്ല, മരിച്ചാണല്ലോ. സെലിബ്രിറ്റി വേണമല്ലോ, അല്ലാതെ ഞാൻ ഒത്തിരി പേരെ ഇൻവൈറ്റ് ചെയ്തേനെ. ഫേമസ് ആയിട്ടുള്ളത്, യെസ്, ഒന്ന് നിങ്ങൾക്കറിയായിരിക്കും, എൻ്റെ റോൾ മോഡൽ എന്നൊക്കെ വേണേൽ പറയാം, ദ പേഴ്സൺ ഐ അഡ്മയർ, നയൻതാര മാമിനെ വിളിക്കുമായിരിക്കും, പിന്നെ പ്രിയങ്ക ചോപ്രയെ വിളിക്കുമായിരിക്കും, പിന്നെ ലാവൻഡർ, ഒരു യൂട്യൂബറാണ് ലാവൻഡർ, ഞാൻ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന. ഒത്തിരി എനിക്ക് സാഡ് ആയി വരുമ്പോൾ, എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ കാണുന്ന വീഡിയോസ് പുള്ളിക്കാരിയുടെ. സോ ഷീ വാസ് വിത്ത് മീ വെൻ ഐ വാസ് സാഡ്. ഇവരെല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത ആൾക്കാരാണ്. സോ ഇവർ 3 പേരായിരിക്കും ഞാൻ വിളിക്കുക. ഇനി, വാട്ട് ഈസ് ദ ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് സോഡിയാക് ട്രേറ്റ് യു റിലേറ്റ് ടു? എൻ്റെ സോഡിയാക് സൈന് സാജിറ്റേറിയസാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ട്രൈറ്റ് ആയിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം? ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ പോസിറ്റിവിറ്റി, ഒപ്റ്റിമിസ്റ്റിക് ആണ് ഞാൻ. പൊതുവേ എല്ലാ കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്യും. എപ്പോഴും അങ്ങനെയാണെന്നല്ലോ, ട്രൈ ചെയ്യും പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ, അവരുടെ ഭാഗത്ത് ഞാൻ ചിന്തിക്കും. ചിലപ്പോൾ ഇതൊക്കെ നല്ലതിനായിരിക്കും വരുന്നതെന്ന് ചിന്തിക്കും. അങ്ങനെ ഇപ്പോൾ കൊച്ചിനെ നാട്ടിൽ വിട്ട് തന്നെ എനിക്ക് നല്ല വിഷമമുണ്ട്. അത് ഇപ്പോൾ ആരായാലും ഉണ്ടാവുമല്ലോ. എനിക്കിത് പറയുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവുന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയാറില്ല, അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. വിഷമം വരുന്ന ഭാഗത്തോട്ട് എൻ്റെ ചിന്ത പോകുമ്പോൾ ഞാൻ ഉടനെ എന്നെ ഡൈവേർട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ചിന്തിക്കും. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റും. സോ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള നല്ല ട്രൈറ്റ് ആയിരിക്കും. പിന്നെ വേഴ്സ്റ്റ് എന്ന് പറയാൻ, ജിസേട്ടൻ എപ്പോഴും പറയുന്നൊരു വേഴ്സ്റ്റ് ട്രൈറ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര ക്യൂരിയസാണ്, എല്ലാ കാര്യത്തിലും ഭയങ്കര ക്യൂരിയസാണ്. അപ്പം ഞാനിപ്പോൾ ഒരു റോട്ടിലൊരു മാർക്കിംഗ് കാണുക, അതെന്താ അങ്ങനെ, ഓ ഇങ്ങനെയാണോ, അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലേ, അപ്പം അങ്ങനെ ചെയ്തൂടെ, എന്നാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു 100,000 ചോദ്യങ്ങൾ ഞാൻ ജിസേട്ടനോട് ചോദിക്കും. അവസാനം ജിസേട്ടന് ദേഷ്യവും ഇറിറ്റേഷനും ഒക്കെ വന്നിട്ടുണ്ട്. എന്നോട് പണ്ട് എൻ്റെ ഫ്രണ്ട്സും ചോദിച്ചിട്ടുണ്ട്, നിന്നെ കാണുന്ന അത്ര വിവരം നിനക്കില്ലല്ലേ എന്ന്. പക്ഷെ ആക്ച്വലി എന്നെ കാണുന്ന ഇത്ര വിവരമില്ലാത്തല്ല, ഞാൻ ഭയങ്കര ക്യൂരിയസ്. അപ്പോൾ വളരെ പൊട്ട ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും.
ദിസേട്ടൻ പറയും, ഇത്രയും പൊട്ട ചോദ്യങ്ങളൊക്കെ നിനക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റുന്നത്, നീ ശരിക്കും പൊട്ടിയാണോ എന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ക്യൂരിയസാണ്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ആണോ അങ്ങനെയാണോ. അത് ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, നീ ആണോ എന്ന് ചോദിക്കുന്ന കേട്ടാ വിചാരിക്കും നീ അവരെ കളിയാക്കാന്ന്. ആക്ച്വലി ഞാൻ കളിയാക്കാറില്ല, ഞാൻ ക്യൂരിയസ് ആണ്, ഞാൻ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുന്ന. സോ ഇതൊരു വേർസ്റ്റ് ട്രൈറ്റ് ആണ്. ജസ്റ്റ് എപ്പോഴും എൻ്റെ അടുത്ത് പറയും, നീ നീ എന്താ ഈ ചോദിക്കുന്നേ. അപ്പം ഞാൻ പിന്നെ പറയും, ഐ എം ആസ്കിങ് ഫോർ ഇൻഫർമേഷൻ, ഞാൻ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുവാണെന്ന് പറയും. സോ അതായിരിക്കും വേർസ്റ്റ് ട്രൈറ്റ്. അടുത്തത്, ഇഫ് യുവർ ലൈഫ് വർ എ മൂവി വാട്ട് വുഡ് ബി ദ ടൈറ്റിൽ ഓഫ് ദിസ് ഇയേഴ്സ് ചാപ്റ്റർ. ഓക്കെ, അപ്പം എൻ്റെ ജീവിതം ഒരു സിനിമയാണെങ്കിൽ ആ സിനിമയിൽ ഈ ചാപ്റ്ററിനെ, അതായത് ഈ ബർത്ത്ഡേനെ, ഈ വർഷത്തെ ഞാൻ എന്തായിരിക്കും വിളിക്കുക? ചേഞ്ച്, മാറ്റം. അതാണ് എൻ്റെ ഈ വർഷം മാറ്റമാണ്. ഒത്തിരി മാറ്റങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി അത് പറഞ്ഞ് ഞാൻ ഇമോഷണൽ ആവുന്നില്ല. അടുത്തത്, ഇഫ് യു ഹാഡ് എ സൂപ്പർ പവർ ഫോർ ദ ഡേ വാട്ട് വുഡ് യു യൂസ് ഇറ്റ് ഫോർ? എനിക്കൊരു സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? അതെന്ത് ചോദ്യം. സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യുള്ളൂ, ഞാൻ എൻ്റെ പാസ്റ്റിനെ മാറ്റിയേനെ. ഐ വുഡ് ചേഞ്ച് മൈ പാസ്റ്റ്. അമ്മച്ചി മരിക്കാൻ നേരത്ത് എനിക്ക് ഞാൻ പോയി കൂടെ നിന്നേനെ. എൻ്റെ പാസ്റ്റിനെ മാറ്റാമല്ലോ, അപ്പോൾ എനിക്ക് അമ്മച്ചിയുടെ കൂടെ ഉണ്ടാവാൻ പറ്റിയേനെ. അമ്മച്ചിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം അതായിരുന്നു, അപ്പോൾ എനിക്ക് കൂടെ ഉണ്ടാവാൻ പറ്റിയില്ല. എൻ്റെ പേരപ്പന്മാർ ഒരാൾ മരിക്കാറായപ്പോൾ എനിക്ക് പോയി കാണാൻ പറ്റിയില്ല, അത് ഞാൻ പോയി കണ്ടേനെ. പിന്നെ എൻ്റെ ഒരു പേരപ്പൻ എന്നോട് എപ്പോഴും പറയും, നീ എന്നെ വിളിക്കാറില്ല. ഞാൻ കൂടുതൽ വിളിച്ചേനെ, ഞാൻ കൂടുതൽ ഫോൺ വിളി സംസാരിച്ചേനെ പേരപ്പന്മാരോട്. അങ്ങനെ ഒത്തിരി എൻ്റെ പാസ്റ്റിലെ എന്തൊക്കെ മിസ്റ്റേക്സ് ഞാൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ പോയി മാറ്റിയേനെ. അടുത്തത്, ഇഫ് യു കുഡ് ഗോ ബാക്ക് ഇൻ ടൈം ടു യുവർ 10-year-old ബർത്ത്ഡേ പാർട്ടി വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു യുവർ യങ്ങർ സെൽഫ്? 10 വർഷം മുമ്പുള്ള, അല്ല 10 വയസ്സുള്ള എനിക്കുള്ള എൻ്റെ 10 വയസ്സുള്ള എൻ്റെ 10 വയസ്സുള്ള എൻ്റെ അല്ല 10 വയസ്സുള്ള എന്നോട് അന്നത്തെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ എന്ത് പറയും? 10 വയസ്സുള്ള അല്ല, ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ആ ബർത്ത്ഡേ പാർട്ടിയുടെ അന്ന് ഞാൻ ചിലപ്പോൾ പറഞ്ഞേനെ, വേറെ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല, മറ്റുള്ളവരുടെ അത്രയും എത്തണമെന്ന് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. സിംപ്ലി മറ്റുള്ളവരുമായിട്ട് നിന്നെ തന്നെ കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞേനെ. ഞാൻ എന്നെ തന്നെ ഒത്തിരി കമ്പയർ ചെയ്യുമായിരുന്നു, ഒത്തിരി. ഇപ്പോഴും ഉണ്ട്, ചെറുതായിട്ട് ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെ ഞാൻ മാറ്റിയേനെ. ഡോണ്ട് കമ്പയർ യുവർ സെൽഫ്, ഡോണ്ട് ഇംപ്രസ് അതേഴ്സ്, നോ നീഡ് ടു ഡു ദാറ്റ്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അടുത്തത്, വാട്ട്സ് വൺ തിങ് യു ടെൽ യുവർ പാസ്റ്റ് സെൽഫ് അബൌട്ട് ഹൗ ലൈഫ് ഇസ് നൗ? പണ്ടത്തെ എന്നോട് ഇപ്പോഴത്തെ എൻ്റെ ജീവിതം എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു. അല്ല, അങ്ങനെയല്ല, ഞാൻ എൻ്റെ പണ്ടത്തെ എന്നോട് ജീവിതം എന്താണ് എന്ന് പറയുന്ന എങ്ങനെയായിരിക്കുന്നു, അങ്ങനെയല്ലേ? വാട്ട് ഈസ് ദ വൺ തിങ് യു ടെൽ യുവർ പാസ്റ്റ് സെൽഫ് അബൌട്ട് ഹൗ ലൈഫ് ഇസ് നൗ? ഓക്കെ, ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ലൈഫ് ഇസ് എ മിക്സ് ഓഫ് എക്സ്പെക്റ്റഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ്. ജീവിതം അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് ഞാൻ പറയത്തില്ല, കുറച്ചൊക്കെ എക്സ്പെക്റ്റഡ് ആണ്, കുറച്ചൊക്കെ അൺഎക്സ്പെക്റ്റഡും ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതും സംഭവിക്കാം, പ്രതീക്ഷിക്കാത്തതും സംഭവിക്കാം, രണ്ടും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. ഇപ്പോഴും എനിക്ക് തരുന്ന റിമൈൻഡർ അതായിരിക്കും. എപ്പോഴും ജീവിതം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ പോവില്ല, എന്നാൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ കുറച്ച് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒത്തിരി ടെൻഷൻ ആവണ്ട, അല്ലെങ്കിൽ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അടുത്തത്, what's the one habit you picked up this year that feels like a gift to your future self? Okay, ഈ വർഷം ഞാൻ ചെയ്ത ഈ വർഷത്തെ എൻ്റെ ഒരു ഹാബിറ്റ്, അത് ഫ്യൂച്ചർ സെൽഫിലോട്ടുള്ളൊരു ഗിഫ്റ്റായിട്ട് നോക്കുവാണെങ്കിൽ ഈ വർഷത്തെ എൻ്റെ ഏത് ഹാബിറ്റാണ് നന്നായത്? എക്സസൈസ്. കുറേ ഹാബിറ്റ് ഉണ്ട് കേട്ടോ, ഒരു ഹാബിറ്റ് കൊണ്ട് മാത്രമല്ല, എന്നാലും പറയുകയാണെങ്കിൽ എക്സസൈസ് ആണ്. വേക്കിംഗ് അപ്പ് ഏർലി ഉണ്ട്, അതൊരു നല്ല ഹാബിറ്റായിരുന്നു. ഇന്ന് വേക്കിംഗ് അപ്പ് ഏർലി അല്ലായിരുന്നു കേട്ടോ. പിന്നെ ബീങ് ആക്റ്റീവ്, പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുന്നത്, ഇതൊക്കെ നല്ല ഹാബിറ്റ്സാണ്.
പക്ഷെ ഒരെണ്ണല്ലേ പറ്റില്ല, അപ്പോൾ എക്സസൈസ് ഇരിക്കട്ടെ. ഹൗ ഡിഡ് യു ബർത്ത്ഡേ ഗോ ദിസ് ഇയർ? ഓക്കെ, ഈ വർഷത്തെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വർഷത്തെ ഉള്ള ബർത്ത്ഡേ തന്നെ ആയതുകൊണ്ട് ഉള്ള ഒരു പ്രശ്നമുണ്ട്. ബട്ട് സ്റ്റിൽ തന്നെ ആണെങ്കിലും നമ്മൾ എങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇപ്പം ഈ നേരം വരെയൊക്കെ ഞാൻ മാനേജ് ചെയ്തല്ലോ. ഡ്രസ്സൊക്കെ മാറി വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ തന്നെ എൻ്റർടൈൻ ചെയ്യുക, അതെനിക്ക് മനസ്സിലായി. പിന്നെ ഈ ബർത്ത്ഡേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം, ജിസേട്ടൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ ബർത്ത്ഡേക്ക് തരാൻ വേണ്ടി കുറച്ച് സ്ക്രാച്ച് കാർഡ്സ് വാങ്ങിച്ചു വെച്ചായിരുന്നു. എനിക്ക് ഒരിക്കലും സർപ്രൈസ് തരാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ജിസേട്ടൻ. എന്നിട്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കാർഡ്സ് എടുത്ത് വെച്ചു. ഞാനത് സ്ക്രാച്ച് ചെയ്തു. മറ്റേ സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡില്ലേ, അതുപോലെ ഇവിടെ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ സ്ക്രാച്ച് ചെയ്തു. അത് കൗണ്ടറിൽ കൊണ്ട് കൊടുത്തു. 16 പൗണ്ടിന് കോമഡി അതാണ്. 16 പൗണ്ടിന് സ്ക്രാച്ച് കാർഡ് വാങ്ങിച്ചു, 8 എണ്ണം വാങ്ങാണ്ട്. എന്നിട്ട് 17 പൗണ്ട് കിട്ടി. അതിൽ ആകെ 2-3 എണ്ണം കണ്ടേ ജയിച്ചുള്ളൂ. ബാക്കിയെല്ലാം വെറുതെ പോയി. എന്നാലും കുഴപ്പമില്ല, നഷ്ടം വന്നില്ലെന്ന് പറയാം. പക്ഷെ അതാ ഒരു എന്താ പറയുക, ആ ഒരു പ്രോസസ്സാണ്. നമുക്കറിയില്ലല്ലോ അത് കിട്ടുമോ എന്ന് അറിയില്ല. നമുക്ക് ഒരു സ്ക്രാച്ച് കാർഡ് നല്ല പരിപാടി കേട്ടോ. അപ്പോൾ സ്ക്രാച്ച് കാർഡ് വാങ്ങിച്ചു. എന്നിട്ട് അത് വെച്ച് നീ എന്ത് വേണേൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 10 പൗണ്ടിന് മിഠായി വാങ്ങിച്ചു. 10 പൗണ്ടിന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, പക്ഷേ 10 പൗണ്ടിന് മിഠായി വാങ്ങിച്ചു. എനിക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ആ പൈസയ്ക്ക് ഞാൻ 10 പൗണ്ടിന് വാങ്ങിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഡിസ്നി പ്ലസിന് സബ്സ്ക്രിപ്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു. എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഓറൽ ബി അല്ലല്ലോ, ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് വാങ്ങിച്ചു തരാമെന്ന് ചോദിച്ചു. നീ വാങ്ങിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഇതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. എനിക്കിങ്ങനെ നീ വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോകും. അങ്ങനെയാണ്. എന്തായാലും അതൊക്കെ ചെയ്തു. അത് എനിക്ക് ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ ആണെങ്കിൽ മാത്യൂസ് വന്നായിരുന്നു. മാത്യൂസ് 2 ദിവസം മുമ്പ് വന്നു. അവൻ വന്നിട്ട് എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്തു. ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു. ഞങ്ങൾ കുറേ ഫുഡ് കഴിച്ചു. സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ വീട്ടിലിരുന്ന് കുറേ സിനിമ കണ്ടു. അപ്പോൾ നല്ല ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന അശ്വതി എനിക്ക് ഗിഫ്റ്റ് തന്നു. ഇത് കണ്ടോ, ഇത് അശ്വതി തന്ന ഗിഫ്റ്റാണ്. നല്ല രസമില്ലേ? എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഫ്ലവേഴ്സ്, സ്പോർട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി ഇന്ന് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ഞാനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് പോവുമായിരുന്നു. ഇന്നത്തെ ബർത്ത്ഡേ ഞാൻ തന്നെ എഫേർട്ട് എടുത്ത് നന്നാക്കിയില്ലെങ്കിൽ അത് എനിക്ക് തന്നെയാണ് പ്രശ്നം വരും. എനിക്ക് തന്നെ സങ്കടം വരും. ഞാൻ തന്നെ ഇമോഷണലാവും. കാര്യം ഒരു കരച്ചിലൊക്കെ ഇന്നലെ രാത്രി കഴിഞ്ഞെങ്കിലും നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമല്ലോ. സോ മൊത്തത്തിൽ നല്ല ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ബിരിയാണി, എനിക്ക് അശ്വതി ബിരിയാണി ഉണ്ടാക്കി വെച്ചു. ഞാൻ ബിരിയാണി കഴിച്ചു. സോ ഗുഡ്, ഭയങ്കര നല്ലതായിരുന്നു. ഇഫ് യു കുഡ് ഗിവ് ഫ്യൂച്ചർ യു 1 ബർത്ത്ഡേ ഗിഫ്റ്റ് ടുഡേ, വാട്ട് വുഡ് ഇറ്റ് ബി? ഫ്യൂച്ചറിലുള്ള എനിക്ക് ഞാനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ അതെന്തായിരിക്കും? ഈ മെറ്റീരിയൽ തിങ്സ്, അങ്ങനെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റിനോട് എനിക്ക് അങ്ങനെ ഒരെണ്ണം തീരുമാനിച്ച് പറയാൻ പറ്റുന്നില്ല. മെറ്റീരിയൽ ആയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ചിലപ്പോൾ ഒരു വെഡ്ഡിങ് റിങ് പോലെ. ഇവിടെ ഒരു ഇറ്റേണിറ്റി റിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം ആക്ച്വലി എനിക്ക് എൻ്റെ കല്യാണ മോതിരം വലിയ ഇഷ്ടമില്ല. പക്ഷേ താലി എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഞാൻ ചൂസ് ചെയ്തതാണ്. കല്യാണ മോതിരത്തിൻ്റെ അവിടെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കല്യാണ മോതിരം വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആൻറ്റിമാർ പറഞ്ഞു, നിനക്ക് നന്നായിട്ട് ചേരും, പക്ഷേ ജിസിൻ്റെ കയ്യിലിട്ട് ആ ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരേ സാധനം തന്നെ വാങ്ങണമല്ലോ. അപ്പോൾ ഇപ്പം എന്ത് പറ്റി? ജിസിൻ്റെ കയ്യിലിട്ട നല്ല ഭംഗിയുള്ളൊരു കല്യാണ മോതിരവും എൻ്റെ കയ്യിലിട്ട ഒരു ഭംഗിയില്ലാത്ത കല്യാണ മോതിരമായി. അത് ഫെയർ ആണോ? അല്ല. എന്നിട്ട് ജിസേട്ടൻ എന്താ അതിട്ട് നല്ല സൂപ്പറായിട്ട് ഭയങ്കര ഭംഗിയാണ് ജിസേട്ടൻ്റെ കൈ കിടക്കുന്നതാണ്. ഞാൻ തന്നെ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ അത് എൻ്റെ കൈ കിടക്കുന്ന ഭംഗിയില്ല. എന്നാൽ എനിക്ക് കല്യാണ മോതിരം ഒഴിവാക്കാനും പറ്റില്ല. സോ അതുകൊണ്ട് ഞാനൊരു ഇറ്റേണിറ്റി റിങ് പോലെ ഒരെണ്ണം എനിക്കും ജിസേട്ടൻ വാങ്ങണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതായിരിക്കും ഒരു മെറ്റീരിയൽ ഗിഫ്റ്റായിട്ട്. അത് ഞാനിപ്പോൾ ഇത്ര ആലോചിച്ചിട്ടാട്ടോ, എനിക്ക് ഇന്നലെ ഒന്നും ആലോചിച്ചിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു. ഓക്കെ, പിന്നെ അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അങ്ങനെയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പോകാൻ പറ്റട്ടെ. ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞല്ലോ, എൻ്റെ ബർത്ത്ഡേ ഞാൻ തന്നെ ആഘോഷിക്കുമല്ലേ. അപ്പോൾ ആ സ്ഥിതിക്ക് നിങ്ങൾക്ക് എനിക്കൊരു ഗിഫ്റ്റ് തരാൻ ചാൻസ് ഉണ്ടായി, നിങ്ങൾ എനിക്ക് എന്താ ഗിഫ്റ്റ് തരിക? വാങ്ങിച്ചു തരണമെന്നൊന്നുമില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്നിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് തരുമോ? താഴെ ഒന്ന് കമൻറ്റ് ഇടുമോ? നിങ്ങൾക്ക് എനിക്കൊരു ഗിഫ്റ്റ് തരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും എനിക്ക് ഗിഫ്റ്റായിട്ട് തരാം? പറയണേ, കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ Q&A വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും Q&A വീഡിയോസ് ഉണ്ട് എൻ്റെ ചാനലിൽ.
ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ചെയ്തൊരു Q&A ഉണ്ട്. അതെനിക്ക് എപ്പോഴും എൻ്റെ ഒരു എവർഗ്രീൻ വീഡിയോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. നല്ല വീഡിയോ, പോയി കണ്ടു നോക്കണം കേട്ടോ. ഞാൻ വേണേൽ മുകളിലോ ഇതിൻ്റെ അവസാനമൊക്കെ ഇട്ടേക്കാം. ഇനി ഇതെന്താണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ, എൻ്റെ ചാനൽ ഒത്തിരി നാളായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് പണ്ട്. ഇത് ഈ ക്യാമറയുടെ റിമോട്ടാണ്. അൺഎഡിറ്റഡ് വീഡിയോ അല്ലേ, അപ്പം ഞാൻ അവിടെ ഓണാക്കിയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഞെക്കിയാൽ ഓഫ് ആവേണ്ടതാണ്.